അഞ്ചാം ഘട്ടം കൂടി കഴിഞ്ഞതോടെ രാജ്യത്തെ 428 മണ്ഡലങ്ങളും ജനഹിതം രേഖപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തേതിന് സമാനമായ പോളിംഗ് നില 48 സീറ്റുകളിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഈ 48-ൽ 41 NDA ജയിച്ചവയാണ്. കോൺഗ്രസിന് കിട്ടിയത് കേവലം ഒറ്റ സീറ്റാണ്. മഹാരാഷ്ട്രയിലും ബീഹാറിലും UP-യിലും കഴിഞ്ഞ തവണത്തെ ചിത്രം മാറും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി. എല്ലാം ഭദ്രമാണെന്ന് BJP ഉറപ്പിക്കുന്നു. മറുവശത്ത് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ചിത്രം വ്യക്തമായോ? തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായോ? UP-യിൽ അപ്രതീക്ഷിത വഴിത്തിരിവോ? മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്താണ്? ഈ ചർച്ചയിൽ ശ്രീ B. ഗോപാലകൃഷ്ണൻ BJP, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ഡോക്ടർ G. ഗോപകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ഡോക്ടർ G. ഗോപകുമാർ, 5 ഫേസ് കഴിഞ്ഞിരിക്കുന്നു. 428 ലോക്സഭാ മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ 2 മാസം മുൻപുണ്ടായിരുന്ന ചിത്രം പാടെ മാറിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും BJP നേരത്തെ അവകാശപ്പെട്ടതുപോലെ 370+ NDAക്ക് 400 പാർ എന്ന സാഹചര്യമാണോ ഉള്ളത്? 5 ഘട്ടം കഴിയുമ്പോൾ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? 5 ഘട്ടം കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി 115 സീറ്റുകളുടെ മാത്രമേ തിരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളൂ. ഇതിൽ ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ എന്നാൽ പാടെ വ്യത്യസ്തമല്ലാത്ത ചില മാറ്റങ്ങൾ നമ്മൾ കണ്ടു എന്നുള്ളൊരു വസ്തുതയാണ്. അതിൽ തന്നെ മുന്നണി രാഷ്ട്രീയം മാറി വരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന ഭാഗ്യനിർഭാഗ്യങ്ങളും ഇവിടെ പ്രസക്തമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഒരു ശക്തമായൊരു മോദി തരംഗം ഈ തിരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് NDAയുടെയും BJPയുടെയും അവസരം നഷ്ടപ്പെടുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ നഷ്ടപ്പെടുന്നത് അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന മറ്റ് ചില സംസ്ഥാനങ്ങളുണ്ട്. ആ നിലയ്ക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മെഷീനറി നന്നായിട്ട് പ്രവർത്തിച്ച് മുന്നണി ബന്ധങ്ങളുമൊക്കെ സ്ഥാപിച്ച് അത്തരത്തിലുള്ള നീക്കങ്ങളാണ് BJPയെ തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ തന്നെ നേരിടാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ചില മേഖലകൾ ഉയരുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലേക്ക് വരാം. പക്ഷേ എന്തായാലും BJPക്കുള്ള ഭരണ തുടർച്ചയ്ക്കുള്ള എല്ലാ സാഹചര്യവും ഇപ്പോഴും ഉണ്ട്. എന്നാൽ 2019 പോലെ ഒരു മോദി തരംഗമില്ല. എന്നാൽ മോദി പ്രിഫറൻസ്, മോദിക്ക് പ്രയോറിറ്റി ഉണ്ട്. ഉത്തരേന്ത്യയിലുള്ള ഏത് മേഖലയിൽ ചെന്നാലും അവരുടെയൊക്കെ പൊതു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മോദി തന്നെയാണ്. സൗത്ത് ഇന്ത്യയിൽ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങനെ അല്ലെങ്കിൽ പോലും വടക്കും കിഴക്കും പടിഞ്ഞാറിലുമെല്ലാം മോദി ഫാക്ടർ ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ 2019 പോലെ ഒരു കൊടുങ്കാറ്റ് പോലെയുള്ളൊരു തരംഗം ഇത്തവണയിൽ. ആ നിലയ്ക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യത താങ്കൾ കാണുന്നില്ല. ഞാൻ ആ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ G. ഗോപകുമാർ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള 2 സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എടുത്തു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. 48 സീറ്റുണ്ട് അവിടെ. ഇത്തവണ അവിടെ ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു വെല്ലുവിളി BJPയുടെ സഖ്യം നേരിടേണ്ടി വന്നു. അവിടെ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശരത് പവാറിനെയും അപേക്ഷിച്ച് അജിത് പവാറും ഷിൻഡെയും വീക്കായിരുന്നു. അപ്പോൾ അവിടെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് സീറ്റ് കുറയാനുള്ള വലിയ സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഉത്തർപ്രദേശിൽ എന്തോ ചിലത് സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ, അണ്ടർ കറൻസ് ഉണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. അത് അന്തിമമായി ഞാൻ പറയാൻ ആളല്ല എങ്കിൽ പോലും ഇന്നലെയൊക്കെ പ്രയാഗ്രാജിലും അതുപോലെ തന്നെ ഫുൽപൂരിലുമൊക്കെ അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കിട്ടിയ വരവേൽപ്പ്, ജനക്കൂട്ടത്തിന്റെ ആവേശം, ഇതൊക്കെ ദിശാസൂചികകളാണ് എന്ന് കരുതുന്നവരുണ്ട്. BJP കഴിഞ്ഞ തവണ 62 സീറ്റ് നേടി. ഇത്തവണ 75+ ആണ് ഉത്തർപ്രദേശിൽ കണ്ടത്. അപ്പോൾ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഇത്തവണ BJPക്ക് കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് സീറ്റുകൾ കുറയുന്ന മേഖലകളായി, സംസ്ഥാനങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ടോ? അത് ഈ ഓവറോൾ ഇലക്ഷനിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയമില്ല, അവിടെ ശക്തമായ മോദി വികാരം അവിടെ ഉണ്ട്. അത് അവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും, അവിടെ പോകുന്ന ഒരാൾക്കും, അവിടുമായുള്ള ബന്ധങ്ങളുള്ള ആൾക്കാർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിലെ അധ്യാപകരുമായിട്ടൊക്കെ നിരന്തരം ബന്ധമുണ്ട്. അവിടെ ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്ന, ഇലക്ഷൻ സ്റ്റഡീസ് നടത്തുന്ന സാറുമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാം, അവിടെ മോദി വികാരം, മോദി തരംഗം ഉത്തർപ്രദേശിൽ ശക്തമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 7 സീറ്റെങ്കിലും കൂടുതൽ കിട്ടി. 70 സീറ്റിനടുത്ത് BJPക്ക് കിട്ടേണ്ട സ്ഥലമാണ്. കാരണം ഉത്തർപ്രദേശിലെ അവിടുത്തെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, 3 പറയാം. പക്ഷേ 2 പറയുന്നതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് സാമൂഹ്യക്ഷേമ പെൻഷനും സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് ചെയ്തു കൊടുത്തതിൻ്റെ താല്പര്യം അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവിടെ പട്ടിണി മാറിയെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും സോഷ്യൽ വെൽഫെയർ പെൻഷൻ്റെ ഇമ്പാക്റ്റ് വളരെ ശക്തമാണ്.
അതോടൊപ്പം കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞ എത്രയോ കാലത്തിനേക്കാൾ മുൻപന്തിയിലാണ്, നിയമവാഴ്ചയിൽ മുൻപന്തിയിലാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇത്തരം സാമൂഹ്യക്ഷേമ പദ്ധതികളും നിയമവാഴ്ചയും കുറച്ച് സാമ്പത്തിക വികസനവുമെല്ലാം വന്നൊരു സാഹചര്യത്തിൽ ഇതിനൊക്കെ പുറമെയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സ്വാധീനം. അത് ഈ തെരഞ്ഞെടുപ്പിലാണ് അത് വരേണ്ടത്, മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് അതിനുള്ള സാധ്യതയില്ല. കാരണം 4 മാസത്തിന് മുമ്പാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് തിരുവനന്തപുരത്തു നിന്നോ കേരളത്തിലിരുന്നോ ഇത് കാണുന്നത് പോലെയല്ല. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം റിലീജിയസ് ഫാക്ടർ വളരെ പ്രസക്തമാണ്. അതൊരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ചുകൂടി പടിഞ്ഞാട്ടായിട്ടാൽ ബനാറസും തീർച്ചയായിട്ടും കുറച്ചുകൂടി കിഴക്കൻ ഭാഗങ്ങളിലായിട്ട് അയോധ്യയും. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അവിടുത്തെ ആ തീർത്ഥാടനം വളരെ ശക്തമായിട്ട് നടക്കുകയാണ്. പോരെങ്കിൽ അയോധ്യയിലെ തർക്കവിഷയമെല്ലാം കഴിഞ്ഞ് വളരെ രമ്യതയിലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത്. അതിനോടൊപ്പം നമ്മൾ കണ്ടതാണ് മോദി അതെങ്ങനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ടറിയാം. അദ്ദേഹം തന്നെ അതിൻ്റെ പൂജകളൊക്കെ നടത്തി തുടങ്ങുന്നതായിട്ടാണ് കാണിച്ചത്. ഇതിനൊക്കെ പുറമെ അവിടുത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഈ അവിടുത്തെ ഭരണ അനുകൂല വികാരം സൃഷ്ടിക്കുന്നതിൽ കാരണമാക്കുന്നു. കാരണം യു പി നഷ്ടപ്പെട്ടാൽ BJPക്ക് ഭരണം നഷ്ടപ്പെടും തീർച്ചയായിട്ടും. പക്ഷേ യു പിയിൽ കൂടുതൽ സീറ്റുകൾ വേണ്ടതാണ് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും യു പിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. പക്ഷേ KP നൗഷാദ് അലി, ഇപ്പോൾ എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ ഉണ്ടാവുന്ന ഹൈപ്പ്, അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്ന ഹൈപ്പ് ഈ തിരഞ്ഞെടുപ്പിനെ ആകെ തന്നെ മാറ്റിമറിക്കില്ല എന്ന് വിശ്വസിക്കാൻ കുറച്ചധികം കാരണങ്ങളുണ്ട്? പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച ഈ വെൽഫെയർ സ്കീമുകളുടെ കാര്യം പറഞ്ഞല്ലോ, ലാഭാർത്ഥി വോട്ടർമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഗരീബ് കല്യാൺ യോജന, ഞങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നതെന്നൊക്കെ കോൺഗ്രസിന് അവകാശപ്പെടാമെങ്കിലും ദേശീയ തലത്തിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് റേഷൻ, ഭക്ഷണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റായി വന്നിട്ടുണ്ട്. വിലക്കയറ്റം പോലെ, തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും സ്ത്രീ വോട്ടർമാർ വളരെ നിർണായകമായ ഒരു ഘടകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഭക്ഷ്യ വിതരണം ഒരു പ്രധാനപ്പെട്ട PDS ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ അണ്ടർ കറൻസ് ഉണ്ടായാൽ പോലും ഹിന്ദി ഹാർട്ട്ലാൻഡ് BJP അതിജീവിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ ഫാക്ടറാണ്. അതുകൊണ്ടാണല്ലോ 4 ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരാൾക്ക് 10 കിലോ റേഷൻ എന്ന പ്രഖ്യാപനം മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തുന്നത്. അത് 4 ഫേസ് കഴിഞ്ഞ് ഇപ്പോഴുള്ള 5 കിലോ എന്നുള്ളത് ഞങ്ങൾ 10 കിലോ ആക്കുമെന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ റേഷൻ എന്ന കാര്യം അവിടെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്ന ബോധ്യത്തിലായിരിക്കുമല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈ പറഞ്ഞ ഹൈപ്പുകൾക്കെല്ലാം അപ്പുറത്ത് BJPക്ക് സേഫ് അല്ലേ? അഭിലാഷ്, ഇപ്പം ഈ 5ാമത്തെ ഫേസ് ഇന്ന് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു പിയിൽ ഉറപ്പായിട്ടും ഇന്ത്യ മുന്നണി ജയിക്കുന്ന സീറ്റുകളായിട്ട് ആദ്യം മനസ്സിൽ വരുന്ന ചില സീറ്റുകൾ അമേത്തി, റായ്ബറേലി, ബാരാബങ്കി, കൗസംബി, അങ്ങനെ ആണ്. ഏതായാലും ഈ 4 സീറ്റുകളിൽ ഒരു വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം കഴിഞ്ഞ തവണ 14-ൽ 1 സീറ്റ് മാത്രമാണ് അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കണക്ക് ഞാൻ സൂചിപ്പിക്കാം. അതായത് ഇന്ത്യയുടെ ഒരു തെക്ക് വടക്കൻ തീരത്തുള്ള സംസ്ഥാനങ്ങളും മധ്യേന്ത്യയും അടങ്ങുന്ന ഒരുപടി സംസ്ഥാനങ്ങളുടെ പേരുകൾ ഞാൻ പറയാം. ഇവിടെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന, ഈ അടക്കമുള്ള ഒരു 10-12 സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 320-ലധികം സീറ്റുകളുണ്ട്. അവിടെ കേവലം 9 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ഇതുവരെ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത്. ആ 9 സീറ്റ് എന്ന നമ്പർ കേവലം കർണാടകയിൽ നിന്ന് തന്നെ അതിൻ്റെ ഇരട്ടിയോടടുത്ത സീറ്റുകൾ കോൺഗ്രസ്സിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും യാതൊരു സംശയമില്ല. കർണാടകയിലെ BJPക്കാർ തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ അംഗസംഖ്യ 2 അക്കം കർണാടകയിൽ തികക്കുമെന്നാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇതിനൊരു മുന്നേറ്റം. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഛഗൻ ഭുജ്ബൽ പരസ്യമായിട്ട് നിരീക്ഷിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പവാറിനും ഉദ്ധവിനും അനുകൂലമായൊരു വികാരമുണ്ട് എന്നുള്ളത്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹരിയാനയിലെ 2-3 സ്വതന്ത്ര MLA-മാർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ് BJP പിന്തുണ ഒഴിവാക്കി കോൺഗ്രസ് നേതാക്കളോടൊപ്പം പത്രസമ്മേളനം നടത്തിയത്. അത് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ്. അവിടെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പുറത്താക്കിയ മനോഹർലാൽ ഖട്ടറിൻ്റെ കുടുംബാംഗങ്ങൾ കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചേർന്ന് കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മനോഹർലാൽ ഖട്ടറിനെ പുറത്തു നിർത്തുന്നു, വസുന്ധര രാജ സിന്ധ്യ എന്ന വൻമരത്തെ ഇവർ രാജസ്ഥാനിൽ മാറ്റി നിർത്തുന്നു.
രമൺ സിംഗിനെ ഇവർ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാനെ ഇവർ മധ്യപ്രദേശിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇത്തരത്തിൽ ഒരു ഗുജറാത്തി കമ്പനി അജണ്ട പ്രകാരം BJPയെ ഇവർ മുന്നോട്ട് നയിക്കുന്നതിനെതിരെയുള്ള വ്യാപകമായ വികാരം മഹാരാഷ്ട്രയിൽ നിന്ന് നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് അവിടങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്ത് തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളാണ് ഈ സർക്കാർ നടപ്പിലാക്കിയെന്ന് ഞങ്ങൾക്കറിയില്ല. UPA സർക്കാരിൻ്റെ കാലത്ത് ഇംഗ്ലീഷിലുണ്ടായിരുന്ന പദ്ധതികളുടെ പേര് ഹിന്ദിയിലേക്ക് മാറ്റി പുനരവതരിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് ഒന്നും ഈ രാജ്യത്ത് നടന്നിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ റേഷന്റെ കാര്യം, ഈ രാജ്യത്ത് കഴിഞ്ഞ 10-14 വർഷമായിട്ട് 1 രൂപക്കൊക്കെ ഈ 30 കിലോയും 25 കിലോ ഒക്കെ അരി ലഭ്യമാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ ഓർത്തു പോവുകയാണ്. അത് ഇന്ത്യ മുഴുവൻ KV തോമസ് ഭക്ഷ്യവിതരണ പൊതു സഹമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടായതിനു ശേഷം വ്യത്യസ്തങ്ങളായ തലത്തിൽ ഇത് ലഭ്യമാണ്. BJP അതിനൊന്ന് തേച്ചു മിനുക്കി അവരുടേതായ രീതിയിൽ അവതരിപ്പിച്ചു, പ്രത്യേക പേരൊക്കെ ഇട്ട ആളുകളുടെ എണ്ണമൊക്കെ വെച്ച് എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊരു പ്രത്യേകതയും ആ പദ്ധതിക്കില്ല. ഇവിടെ വിലക്കയറ്റമുണ്ട്, ഇവിടെ തൊഴിലില്ലായ്മയുണ്ട്, ഇവിടെ പാർപ്പിടമില്ലായ്മയുണ്ട്, ഇവിടെ ജീവിത സാഹചര്യങ്ങളുടെ ശോചനീയാവസ്ഥയുണ്ട്. ഇതൊക്കെ BJPയുടെ വിഭാഗീയ അജണ്ടക്ക് മുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആവർത്തിച്ച് ഓരോ പൊതുപരിപാടിയിലും വർഗീയതയും മുസ്ലിം പാകിസ്ഥാൻ ഹിന്ദുസ്ഥാൻ പശു ആട് പിന്നെ ഗോമാംസം ഇത്തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു വികസന പ്രവർത്തികളിൽ എന്തെങ്കിലും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിലൂന്നി നിന്നുകൊണ്ട് വേണ്ടേ പ്രധാനമന്ത്രി പ്രചരണം നടത്താൻ? 10 വർഷം ഭരിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും എഴുതില്ലല്ലോ. എല്ലാ സ്ഥലങ്ങളിലും വർഗീയത മാത്രമാണ് അദ്ദേഹത്തിനുള്ള ഇന്ധനം. ആ ഇന്ധനമൊക്കെ 10 കൊല്ലമായി തേഞ്ഞു പഴകിയ ആളുകൾക്ക് കണ്ട് മനസ്സിലായി ചതിവും കബളിപ്പിക്കലുമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആളുകളൊക്കെ. അതിന്റെ കൃത്യമായ പ്രതിഫലനം ഇവിടെ ഉണ്ടാകും. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇന്നലെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുത്ത ഒരു യോഗം ജനത്തിരക്ക് കൊണ്ട് നടത്താൻ പറ്റാതെ പോയി. രാഹുൽ ഗാന്ധി ആ ഫോട്ടോ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കൊടുങ്കാറ്റ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കൊടുങ്കാറ്റ് കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടാവുകയാണോ? 977 കോൺഗ്രസിനെതിരെ ഉണ്ടായതുപോലെയുള്ള ഒരു കൊടുങ്കാറ്റ് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായും BJPക്ക് എതിരായും ഉണ്ടാവുകയാണോ? നോക്കൂ, ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന 49 സീറ്റിൽ കഴിഞ്ഞ തവണ 41 NDA ജയിച്ചതാണ്. കോൺഗ്രസിന് ആ റായ്ബറേലി എന്ന ഒരൊറ്റ സീറ്റ് മാത്രമാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന് കിട്ടുന്ന ഓരോ സീറ്റും അവർക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾക്കാണ് കുറയാൻ സാധ്യതയുള്ളത്. ഇന്നലെ ശേഖർ ഗുപ്ത നിരീക്ഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇപ്പോഴത്തെ 52-ൽ നിന്ന് 90-ലെത്തിയാൽ പോലും അതൊരു വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുക. കാരണം ഒരു 30 സീറ്റെങ്കിലും BJPക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ 303-ൽ നിന്ന് 30-ഓ 35-ഓ കുറയുന്ന സാഹചര്യം പോലും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും എന്നിരിക്കെ ഈ 5 ഘട്ടം കഴിയുമ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ കാര്യങ്ങൾ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ജനാധിപത്യമല്ലേ എൻ്റെ അഭിലാഷേ. ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഭരണപക്ഷത്തിന് കൂടാം, പ്രതിപക്ഷത്തിന് കൂടാം, ഭരണപക്ഷത്തിന് കുറയാം, പ്രതിപക്ഷത്തിന് കുറയാം. പക്ഷേ ഈ കൂട്ടലും കിഴിക്കലും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഡിബേറ്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 2019 ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു. കാരണം 2019-ൽ ഈ നോട്ട് നിരോധനവും അതുപോലെ തന്നെ റഫേലുമായി ബന്ധപ്പെട്ട വിഷയവുമെല്ലാം നരേന്ദ്രമോദി BJP കേന്ദ്ര സർക്കാരിനെ വല്ലാതെ ബാധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവനും, പ്രത്യേകിച്ച് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും എല്ലാം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. വലിയ ഇമ്പാക്റ്റ് ഞാൻ നിഷേധിക്കില്ല. ആ ഇമ്പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പല സഫോളജിസ്റ്റുകളും ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞത് ഏറ്റവും മിനിമം 100 സീറ്റ് കുറയും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. ഒരു കാരണവശാലും 2ാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. 2014-ൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സംഖ്യയോടുകൂടി 303 സീറ്റോടുകൂടി BJP അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2024-ൽ
2019 ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഫാക്ടർ പോലും 2024 ഇല്ല. അപ്പോൾ 2024 സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് ഡെലിവറിയാണ്. കോൺഗ്രസിൻ്റെ വക്താവ് നൗഷദ് അലി അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കുന്നു. എനിക്കതിൽ വിരോധമില്ല, കാരണം ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവാണ്, അദ്ദേഹത്തിന് പറയാം ഈ സർക്കാർ എന്താ ചെയ്തത്, ഒന്നും ചെയ്തില്ല. പക്ഷേ ബെസ്റ്റ് ഡെലിവറി, ആ ബെസ്റ്റ് ഡെലിവറി എന്നുള്ളത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ വേണമെങ്കിൽ അത് താങ്കൾക്ക് ഇട്ടുതരാം, അഭിലാഷ് മോഹന്. എക്കണോമിക് ടൈംസിൻ്റെ ദ വെരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേയിൽ GDPയുടെ ഗ്രോത്ത് റേറ്റ് അത് UPA 1ഉം UPA 2ഉം എടുത്തു. അതിനെ കമ്പയർ ചെയ്തിട്ട് NDA 1ഉം NDA 2ഉം എടുക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. UPA 1ൽ 6.9%, 6.7%. ആദ്യം 6.9 ആയിരുന്നു, സെക്കൻഡിൽ 6.7 ആയിരുന്നു. ഇപ്പോൾ BJPയുടെ ഈ ഭരണത്തിൽ NDA ഫസ്റ്റിൽ 7.4ഉം NDA സെക്കൻഡിൽ 7ഉമാണ്. ഇത് ഞാൻ ഇനിയിപ്പോൾ ഇവരേറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം, ആ പെർ ക്യാപിറ്റ ഇൻകം 56.5 ആയിരുന്നു UPA ഫസ്റ്റിൽ, 72.0 ആയിരുന്നു UPA സെക്കൻഡിൽ, NDAയിൽ 94.4 ആൻഡ് 114.6 ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം താങ്കൾക്ക്. അതുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷൻ ആയാലും ഇനിയും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആയാലും നമ്മൾ ആ കാര്യം എത്രമാത്രം ചർച്ച ചെയ്ത് പോകണം. കാരണം എനിക്ക് അതിനൊരു കൗണ്ടർ കണക്കുണ്ട്, അതാണ്. കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാൻ കൗണ്ടർ കണക്ക് പറഞ്ഞോട്ടെ, ഞാനൊന്ന് തീർത്തോട്ടെ. കൗണ്ടർ കണക്ക് എല്ലാവർക്കും ഉണ്ടാവും, എനിക്ക് നിഷേധിക്കാനൊന്നും ഞാനില്ല, കൗണ്ടർ കണക്ക് വന്നോട്ടെ. പക്ഷെ എൻ്റെ പോയിന്റ് എന്താ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഈ എംപ്ലോയ്മെൻറ്റ് ജനറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ നൗഷദ് അലി പറഞ്ഞല്ലോ, ആ നൗഷദ് അലി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. എക്കണോമിക് ടൈംസിൽ തന്നെ വളരെ വാർത്ത, അത് ഹിന്ദുവിൽ വന്നു, എക്കണോമിക് ടൈംസിൽ വന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. 514 മില്യൺ ജോബ് ക്രിയേഷനാണ് 2014 തൊട്ട് 2024 വരെ നടന്നിരിക്കുന്നത്. 514 മില്യൺ. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഡെലിവറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. നമ്മൾ ഈ ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് നമ്മൾക്ക് എപ്പോഴും ഒരു ആൻറ്റി മോഡി, ആൻറ്റി BJP അന്തരീക്ഷവും ആൻറ്റി BJP പ്രേക്ഷകരും ഒക്കെ ഉള്ള ഈ കേരളത്തിലെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ നരേന്ദ്രമോദി താഴെ വീണു, നരേന്ദ്രമോദി ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ വിലപ്പോവില്ല. അതൊരു പൊളിറ്റിക്കൽ റെട്ടറിക്കാണ്. അത് കോൺഗ്രസ് മറുപടി. എനിക്ക് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ താങ്കൾ തന്നെ ഉന്നയിച്ച UPA സർക്കാരുകളും NDA സർക്കാരുകളും തമ്മിലുള്ള GDPയുടെ താരതമ്യം മാത്രം നോക്കൂ. ഇപ്പോൾ 2009-2010 UPA 7.86, 2010-11 8.50, 2011-12 ആകുമ്പോൾ അത് 5.24 കുറഞ്ഞു, 2012-13 5.46, 2013-14 6.39. അങ്ങനെ UPA 1ന്റെയും 2ന്റെയും കൂടി ആവറേജ് എന്ന് പറയുന്നത് 6.8 ആണ്. ഇനി 2014 മുതൽ NDA തുടങ്ങിയല്ലോ, മോഡി തുടങ്ങിയ വർഷം 7.41, 8.26. അത് കഴിഞ്ഞ് 2017-18 ആകുമ്പോഴേക്ക് അത് 6.80 പിന്നീട് അത് 6.45 കുറയുന്നു. 2019-20 ആകുമ്പോഴേക്ക് അത് 3.87 പക്ഷേ അവിടെ ഒരു ഫാക്ടർ ഉണ്ട്, കോവിഡ് സംഭവിച്ചു എന്നുള്ളതാണ്. അത് 2020-21 -5.83 ആവുന്നു. അവിടെ കോവിഡ് എന്ന ഘടകമുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. അതിനുശേഷം 9.5ലേക്കും 7.24ലേക്കും വളരുന്നു. പക്ഷെ തൊട്ട് മുമ്പത്തെ വർഷവും ആയി അപേക്ഷിച്ചിട്ടാണല്ലോ കമ്പാരിസൺ. അപ്പോൾ വളരെ കുറഞ്ഞ് നിന്നിടത്ത് നിന്ന് മെച്ചപ്പെടുമ്പോൾ പെർസെൻറ്റേജ് വൈസ് അത് വർദ്ധിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, മോഡിയുടെ കാലത്ത് പ്രീ കോവിഡ് കാലത്ത് 6.8 ആണ് ആവറേജ് 4 വർഷത്തെ GDP ഗ്രോത്ത്. UPAയുടെ കാലത്ത് 6.8 ആണ്, മോദിയുടെ കാലത്തും 6.8 ആണ് പ്രീ കോവിഡ് പീരീഡിൽ. അത് പോസ്റ്റ് കോവിഡ് പീരീഡിൽ 4.6 ആവുന്നു. അവിടെ കോവിഡിന്റെ സാഹചര്യം ഉണ്ട്. അതിനുശേഷമുള്ള ഘട്ടത്തിലാണ് 7.8 ആവുന്നത്. അങ്ങനെ മോഡി 1ഉം 2ഉം കൂടി മൊത്തം താരതമ്യം ചെയ്താൽ ശ്രീ ഗോപാലകൃഷ്ണൻ 5.8 ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഫിഗർ വെച്ചുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ UPA 1, 2 അതുപോലെ തന്നെ NDA 1, 2 താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസമില്ല. അവിടെ വ്യത്യാസം വരുന്നത് എവിടെയാണെന്നറിയോ? വ്യത്യാസം വരുന്നത് നിങ്ങൾ നാഷണൽ ഹൈവേ റോഡ്, ഞാൻ പറഞ്ഞുതരാം. നാഷണൽ ഹൈവേ റോഡ് ലെങ്ത് കിലോമീറ്റർ നിങ്ങൾ നോക്കുക, ഒന്ന് റെയിൽവേ റൂട്ട് ലെങ്ത് കിലോമീറ്റർ നോക്കുക, ഡൊമസ്റ്റിക് LPG കണക്ഷൻസ് നോക്കുക, ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കണക്ഷൻസ്. നമ്മളിപ്പോ 1952 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം അതിനടുത്ത വർഷമൊക്കെ നാഷണൽ ഹൈവേയുടെയും റെയിൽവേ ലൈനിന്റെയും ഒക്കെ ദൈർഘ്യം കൂടില്ല. അതൊരു സാധാരണമായ കാര്യമല്ലേ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഞാൻ വെച്ച വാദത്തിന് ഒരു മറുവാദം താങ്കൾ വെക്കുമ്പോൾ ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞാൻ ചോദിച്ചു ഒരു ദിവസത്തെ എത്ര കിലോമീറ്ററാണ് പണിഞ്ഞത് UPA കാലത്ത്? എത്ര കിലോമീറ്ററാണ് മറ്റേ NDA കാലത്ത് പണിഞ്ഞത്? അതുപോലെ അതിൻ്റെ ലെങ്ത്ത്, ഈ ദൂരത്തിന് വരുന്ന ലെങ്ത്ത് മാത്രമല്ല. നിങ്ങൾ FDIയിലേക്ക് നോക്കിക്കോളൂ, അല്ലെങ്കിൽ FPIയിൽ നോക്കോളൂ, നിങ്ങൾ ഈ ഫുഡ് സബ്സിഡി നോക്കിക്കോളൂ, അതുപോലെ ഫെർട്ടിലൈസർ സബ്സിഡി നോക്കിക്കോളൂ. ഏതെങ്കിലും ഒരു ഭാഗത്ത് പോലും കുറവില്ല. അവിടെയൊക്കെ ഞാനിപ്പോൾ നേരത്തെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ജനറേഷൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വളരെ ശക്തമായിട്ടുള്ള, ഇപ്പം നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ അഴിമതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറത് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ UPA കാലഘട്ടത്തിൽ അതിൻ്റെ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും അഴിമതി ഒരു പ്രതിഭാസമായിരുന്നു. ആ അഴിമതിയിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ഭാരതത്തിൻ്റെ ഗവൺമെൻറ്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അഴിമതിയില്ലാതെ സദ്ഭരണം നടത്തുന്നു. മോദിക്ക് പകരം മോദി മാത്രമേ ഉള്ളൂ. അത് ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിക്കാം. ഇലക്ട്രൽ ബോണ്ട് വളരെ വ്യവസ്ഥാപിതമായ അഴിമതിയാണെന്ന് കോൺഗ്രസിന് തിരിച്ചു പറയാം. അത് രാഷ്ട്രീയമായ ആരോപണം. എനിക്ക് പക്ഷേ ഇപ്പൊ താങ്കൾ പറഞ്ഞ കണക്കിനകത്ത് ഇപ്പൊ താങ്കൾ പറഞ്ഞു ഓക്കെ GDP ഇന്ത്യ ഗ്രോ ചെയ്തില്ലെന്ന് ചോദിച്ചു. ശരി, GDPയുടെ സൈസിൽ ഇന്ത്യ ബ്രിട്ടനെ മറികടന്നു. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു പൗരനെ സംബന്ധിച്ച് അവന്റെ വരുമാനമാണ്. ഇന്ത്യക്കാരന്റെ ഒരു ഇന്ത്യൻ പൗരന്റെ ആവറേജ് വാർഷിക വരുമാനം എത്രയാണ്? $2610. ആഗോള തലത്തിലോ അത് $13,330. ഇന്ത്യ മറികടന്ന UK ഒരു ബ്രിട്ടീഷ് പൗരന്റെ പ്രതിശീർഷ വരുമാനം എത്രയാണ്? $48,910. മറികടക്കാൻ പോകുന്ന ജർമ്മനിയുടെ പൗരന്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ $52,000 ചില്ലറ. അപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ജനങ്ങളുടെ ജീവിത നിലവാരം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇന്നിക്വാലിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള, യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ശ്രീ ഗോപാലകൃഷ്ണൻ, ജനങ്ങളോട് ചോദിക്കുമ്പോൾ, അവരോട് നിങ്ങളുടെ ഇഷ്യൂ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവര് രാമക്ഷേത്രമെന്നോ രാംലല്ലെന്നോ അല്ല പറയും, അവർ മെഹങ്കായും റോസ്ഗാറും ഒക്കെ പറയും. അപ്പോൾ തൊഴിലില്ലായ്മ, ഇപ്പോൾ CSDS സർവേ തന്നെ പറയുന്നത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയവയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന്. അപ്പോൾ ആ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് ഒരു ഇലക്ഷനിലെ പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് 4 സൗ പാർ കിട്ടുക? ഞാനിനി എന്നെ ഒന്ന് പറയാൻ അനുവദിക്കാം. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ പറയുന്നതിന് എനിക്ക് മറുപടി പറയാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് പറയും? സാവധാനത്തിൽ എന്നെയും കൂടി ഒന്ന് മറുപടി പറയാൻ അനുവദിക്കും. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ സംസാരിക്കുന്നത് ജർമ്മനിയായിട്ടും അമേരിക്ക ആയിട്ടല്ല. ഞാനിവിടെ സംസാരിക്കുന്നത് UPA 1ഉം UPA 2ഉം നരേന്ദ്രമോദിയുടെ കാലഘട്ടവുമായിട്ടാണ്. അല്ലാണ്ട് ജർമ്മനിയുടെ അമേരിക്കയുടെ കാര്യം നോക്കാൻ പറ്റില്ലല്ലോ. ജർമ്മനിയിലെ ജനസംഖ്യ എത്രയാണ്? അമേരിക്കയിലെ ജനസംഖ്യ എത്രയാണ്? 30 കോടി അമേരിക്കയിലെ ജനസംഖ്യ. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 142 കോടിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യരുത്. അങ്ങനെ തടസ്സപ്പെടുത്താനല്ല, അൺഫെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഈ കമ്പാരിസന്റെ പൊരുൾ എന്ന് പറയുന്നത് നമ്മുടെ GDPയുടെ സൈസ് കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ സമത്വമില്ലായ്മ, ഇനീക്വാലിറ്റി വർദ്ധിക്കുന്നുണ്ട്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കോടിക്കണക്കായ ജനങ്ങൾ ഈ പറയുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ജീവിത പ്രാരാബ്ദത്തിലുമാണ് എന്ന് പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു വികസിത രാജ്യവുമായി അവിടുത്തെ പൗരന്മാരുമായി താരതമ്യം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. അല്ല അഭിലാഷ്, ഞാനൊന്ന് പറയട്ടെ. അഭിലാഷ് കമ്പയർ ചെയ്തത് അമേരിക്കയും ജർമ്മനിയുമായിട്ടാണ്. പക്ഷെ ഞാൻ കമ്പയർ ചെയ്യുന്നത് UPA 1ഉം UPA 2ഉമായിട്ടാണ്. അപ്പോൾ ദ ബെസ്റ്റ് ഡെലിവറി നമുക്കൊരു അക്കാഡമിക് ആയിട്ടുള്ള ചർച്ചയാക്കാം. ദ ബെസ്റ്റ് ഡെലിവറി ആരുടെ? ദ ബെസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ഈ കോവിഡ് കാലഘട്ടമായിട്ടും ഈ ലോകം മുഴുവനും ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായിട്ടും ദ ബെസ്റ്റ് ഡെലിവറി നരേന്ദ്രമോദിയുടേതാണ്. ആ നരേന്ദ്രമോദിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവിടെ അഴിമതിയില്ലാത്ത ഭരണം കൊണ്ടുവരുന്നു. നിങ്ങൾ എന്തു പറഞ്ഞാലും അഴിമതിയില്ലാത്തൊരു ഭരണമാണെന്നുള്ളത് അക്കാഡമിക്കലി പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം UPA 1ഉം UPA 2ഉം BJPയുടെ ഈ 14 തൊട്ട് 24 വരെയുള്ള 10 വർഷത്തെയും കണക്കിലെടുക്കുമ്പോൾ വരുന്ന വ്യത്യാസം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്താ? അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ. ഞാൻ മുഴുവനും വായിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ വായിക്കണ്ട, പ്രേക്ഷകർ അറിഞ്ഞോട്ടെ. ഏതാണ്ട് 20 കാറ്റഗറിയൈസ് ചെയ്തിട്ട് ആ 20 കാറ്റഗറിയിലും വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. UPA 1ലും UPA 2ലും ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ഹൈവേയുടെ പണിയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ഹൈവേയുടെ പണിയും കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരേ ഭരണകൂടമാണ് സർ. ഭരണകൂടത്തിലെ പ്രവർത്തകരും ഭരണകൂടത്തിലെ വർക്കേഴ്സും എല്ലാം തുല്യമാണ്. ശരിയാണ്, റെയിൽവേയിൽ അട്ടിമറി ഉണ്ടായത് എങ്ങനെ? ഒരു ദിവസത്തെ മാറ്റം എങ്ങനെ? അപ്പോൾ ഈ 20 കണ്ടന്റ് കൊടുത്തിട്ട് അതിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും
UPA1 UPA2 തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫുഡ് സബ്സിഡിയുടെ കാര്യം ബില്യൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫെർട്ടിലൈസർ സബ്സിഡിയുടെ കാര്യത്തിൽ, ഇലക്ട്രിസിറ്റി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ, ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ കാര്യത്തിൽ, ഡൊമസ്റ്റിക് LPG കണക്ഷൻ്റെ കാര്യത്തിൽ, റെയിൽവേ റൂട്ട് ലെങ്തിൻ്റെ കാര്യത്തിൽ, ഇതിലെല്ലാം UPA1 UPA2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ കമ്പാരിസൺ എക്കണോമിക് ടൈംസ് പോലെയുള്ള ഒരു വലിയ ഇത്തരത്തിൽ വിശകലനം നടത്തുന്ന, ഇമ്പാർഷ്യലായിട്ട് വിശകലനം നടത്തുന്ന ഒരു പത്രവും അതേപോലെയുള്ള എക്കണോമിസ്റ്റുകളും പറയുന്നു അത് നരേന്ദ്രമോദിയുടെ കാലത്താണ് ദ ബെസ്റ്റ് ഡെലിവറി. അതുകൊണ്ട് ആ ഡെലിവറി കൊടുക്കുന്ന ഒരു സർക്കാരിനെ തീർച്ചയായിട്ടും അധികാരത്തിൽ കൊണ്ടുവരും. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ആയിരുന്നു, ഞാനൊന്ന് ഫിനിഷ് ചെയ്യാൻ അനുവദിക്കണം. താങ്കൾ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ കാലത്തോ BJPയുടെ കാലത്തോ ഡെലിവറി ഉണ്ടായിട്ടില്ല, അരാജകത്വമായിരുന്നു, അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 3 സ്ഥലത്ത് ജയിക്കില്ല അഭിലാഷേ. ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എങ്ങനെ BJP ജയിച്ചു? BJP ജയിച്ചത് ദ ബെസ്റ്റ് ഡെലിവറി ഉള്ളത് കൊണ്ടാണ്. ഇനി ഞാൻ ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. ഈ നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ്, ശരി. ഞാൻ പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ആർക്കെങ്കിലും രാഹുൽ ഗാന്ധിയെ വിശ്വാസമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, KP നൗഷദ് അലി, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഇവിടുത്തെ വക്താവാണ്. ഈ നൗഷദ് അലിക്ക് ഇന്നത്തെ മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്. ഇത് മാതൃഭൂമിയുടെ വാർത്തയാണ് ഇന്നത്തെ. നൗഷദ് അലി ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? നൗഷദ് അലി എന്തു പറയുന്നു എന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് UPയിൽ BJP ഒരു സീറ്റേ കിട്ടുള്ളൂ. വാരണാസി ഒഴിച്ച് വേറൊരു സീറ്റും UPയിൽ കിട്ടില്ല. ഇതിനെ രാഷ്ട്രീയമെന്ന് പറഞ്ഞ് തള്ളാം, പക്ഷെ രാഷ്ട്രീയമെന്ന് പറയുമ്പോഴും അദ്ദേഹം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പാൻ ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കോൺഗ്രസ് സീറ്റ് കുറവായിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു പാർട്ടിയാണ്, ഒരു പാൻ ഇന്ത്യ പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാൻ ഇന്ത്യ പാർട്ടിയുടെ നേതാവ് പറയുന്നത് UPയിൽ ഒരു സീറ്റാ കിട്ടുന്ന. നൗഷദ് അലിക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിപ്പോ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ കേരളത്തിൽ 2 സീറ്റ് കിട്ടുമെന്ന്. BJPക്ക് കേരളത്തിൽ 2 സീറ്റ് കിട്ടില്ല എന്ന് താങ്കൾക്ക് അറിയാം, എനിക്കും അറിയാം, നൗഷാദ് അലിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു ഇലക്ഷൻ ഘട്ടത്തിൽ അങ്ങനെ പല ക്ലെയിംസ് നേതാക്കൾ മുന്നോട്ട് വെക്കില്ലേ? അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മോദിയോട് ചോദിക്കണം, നിങ്ങൾ കേരളത്തിൽ 2 അല്ല, അതിലൊരു വ്യത്യാസമുണ്ട് അഭിലാഷേ. കേരളത്തിൽ 2 അക്കത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു സീറ്റിന് വേണ്ടി BJPക്ക് ഒരു സീറ്റിൽ ഒതുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കും. ഒരു സീറ്റേ കിട്ടുള്ളൂ, അത് വാരണാസിയാന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വിവരം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് വിശ്വസിക്കും. അതിനെ രാഷ്ട്രീയമായിട്ട് കണക്കാക്കാൻ പാടുമോ? 400 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരമപുച്ഛത്തോടെ കണ്ടതല്ലേ? 400 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ, NDAക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അഭിലാഷ് മോഹൻ താങ്കൾ പരമപുച്ഛത്തോടു കൂടിയിട്ട് എത്ര ചർച്ച നടത്തി? അപ്പോൾ ഒരു ദിവസമെങ്കിലും ഈ പമ്പര വിഡിത്തത്തെ കുറിച്ചും കൂടി നിങ്ങൾ പറയണ്ടേ? ശരി, ഇലക്ഷൻ കഴിയട്ടെ, ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്നൊക്കെയുള്ളത് എന്തായാലും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചർച്ച ചെയ്യാം. ജൂൺ 4 നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു UP അടക്കം 62 സീറ്റാണ് UPക്ക് കിട്ടിയത്. ആ 62 സീറ്റിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 75 സീറ്റായിട്ട് UPയിൽ ഉയരും. UPയിൽ ശരിക്കും പറഞ്ഞാൽ മോദി രാമ തരംഗം UPയിൽ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മുന്നോട്ട് എന്നുള്ളതിൽ സംശയമില്ല. ശരി, ഓക്കെ. ശ്രീ G. ഗോപകുമാർ, 2014 ഒരു തരംഗം ഉണ്ടായിരുന്നു. അതിന് ഉണ്ടായ കാരണം 10 വർഷം ഭരിച്ച UPAയോടുള്ള മടുപ്പ്, ഒരു പോസിറ്റീവ് ചേഞ്ച് എന്ന ജനങ്ങളുടെ ആസ്പിറേഷൻ, ഇതൊക്കെ വെച്ചൊരു തരംഗം BJPക്ക് അനുകൂലമായി ഉണ്ടായി. തനിച്ച് BJP കേവല ഭൂരിപക്ഷം നേടി 282 സീറ്റ് നേടി. കഴിഞ്ഞ തവണ അതിലും വലിയ തരംഗമുണ്ടായി. അതിന് പുൽവാമയിൽ നടന്ന ആക്രമണം, ബലാക്കോട്ടിൽ നൽകിയ തിരിച്ചടി, ഇതുണ്ടാക്കിയിട്ടുള്ള ദേശീയതാ തരംഗം 300 കടന്ന് 303 സീറ്റ് BJP നേടുന്ന സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ 2 കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും തരംഗമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു സിംഗിൾ ഇമോട്ടീവ് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ രാജ്യവ്യാപകമായ ഒരു പാൻ ഇന്ത്യൻ വിഷയമോ ഒരു തരംഗത്തിന് നിദാനമാകുന്ന വിഷയമോ ഇല്ല. ഇലക്ഷനുകൾ മിക്കവാറും സ്റ്റേറ്റുകളിൽ ആ വിഷയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്, ക്യാമ്പയിൻ അടക്കം. അപ്പോൾ ഈ പറഞ്ഞ 2014ലെയും 2019ലെയും സാഹചര്യം ഇത്തവണ ഇല്ല എന്നുള്ളത് വസ്തുതയല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഇമോട്ടീവ് ഇഷ്യൂ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയാണ്.
2014 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അഴിമതി ആരോപണം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. 2019 പാകിസ്ഥാൻ ഫാക്ടർ ബാലക്കോട്ടും പുൽവാമയുടെയും സ്വാധീനമുണ്ടായിരുന്നു. അതുപോലെയുള്ളൊരു ഇമോട്ടീവ് ഫാക്ടർ ഇത്തവണ ഇല്ല എന്നുള്ളത് സത്യമാണ്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് രംഗത്തെ തയ്യാറെടുപ്പ് വന്ന സമയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തുടങ്ങിയത് പോസിറ്റീവ് നോട്ടിലാണ് തുടങ്ങിയത്. പ്രത്യേകിച്ച് സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, നിയോ ലിബറൽ എക്കോണമിയിൽ രാജ്യത്തിന് ഉണ്ടായ പുരോഗതി, ഇവിടെ പറഞ്ഞ അസമത്വങ്ങളും ബാക്കി പ്രശ്നങ്ങളും എല്ലാം പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ അസമത്വങ്ങളുള്ള രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും വലിയ ജനതയുള്ള രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി കാര്യം ചെയ്യണം. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് 80 കോടി ജനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് കൂടി സൗജന്യ റേഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇത് പറയുമ്പോഴും അഭിലാഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. രാജ്യത്തിനകത്ത് ഒരു മിഡിൽ ക്ലാസ് വളർന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അഭിലാഷ് പറയുന്ന പോലെ പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരാകുന്നു, പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരാകുന്നു. ഇത് പണ്ട് തൊട്ടേ ഈ രാഷ്ട്രീയത്തിൽ 51 മുതൽ പറയുന്ന ഒരു സിദ്ധാന്തമാണ്. അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഏത് സംസ്ഥാനത്ത് നോക്കിയാലും അവിടെയൊക്കെ സാമൂഹിക മാറ്റങ്ങൾ വരുന്നുണ്ട്, സാമ്പത്തിക മാറ്റം വരുന്നുണ്ട്, പരമ്പരാഗതമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് പുരോഗതിക്കുള്ള അവസരങ്ങളും തൊഴിലവസരങ്ങളും കിട്ടുന്നുണ്ട്. ഇത് 10 കൊല്ലം കൊണ്ട് കിട്ടിയെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, അതൊരു തുടർച്ചയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. ആ തുടർച്ചയുടെ ഭാഗമായിട്ട് മിഡിൽ ക്ലാസ് വളർന്നു, അവരുടെ പർച്ചേസിംഗ് പവർ വളർന്നു. ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പൊട്ടൻഷ്യലായിട്ട് മറ്റ് രാജ്യങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സാധനങ്ങൾ വിറ്റഴിയുന്നുള്ളത് കൊണ്ടാണ്, ആ വിപണി ഉള്ളത് കൊണ്ടാണ്. ആ നിലയ്ക്കുള്ളൊരു സമ്പദ്ഘടന വന്നത് ലോകത്തിന് വ്യാപാരവും വാണിജ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു വലിയ സാധ്യതയുള്ള രാജ്യമായി ഇന്ത്യ മാറുകയും ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ, ഇവിടെ മറ്റ് പ്രശ്നങ്ങളുണ്ട്, കാർഷിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. സാമ്പത്തിക രംഗത്ത് പ്രശ്നങ്ങളുണ്ട്, വ്യവസായ രംഗത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ പല സെക്ടേഴ്സിലുണ്ടായ മാറ്റങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഉള്ളൊരു ജനസംഖ്യയായി മാറിയെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ വയ്ക്കണം. ഇത് പറയുമ്പോൾ ഇമോട്ടീവായിട്ടൊരു ഫാക്ടർ ഇല്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ജീവിത രീതിയിലുണ്ടായ മാറ്റങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ CSDSൻ്റെ ഡേറ്റയിൽ തന്നെ, അവരുടെ സ്റ്റഡീസിൽ തന്നെ പല ഘട്ടങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നോ എന്നുള്ള ചോദ്യത്തിനുള്ള ഡേറ്റ കൂടി എടുക്കണം. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്സിലുണ്ടായ മാറ്റങ്ങളും ഇവിടെ പ്രസക്തമാണ്. ഇതല്ലാതെ മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റേതായ ഒരു സഖ്യം വളരെ മുന്നേ തന്നെ 77 പോലെ ഒറ്റക്കെട്ടായി BJPക്കെതിരായി വന്ന ഒരു കൊടുങ്കാറ്റ് പോലെ ഉണ്ടാകുന്ന ഒരു സഖ്യം വൈകിയെന്ന് മാത്രമല്ല തന്നെ ഈ CSDSന്റെ കണക്ക് പറയുമ്പോൾ CSDSന്റെ കഴിഞ്ഞ 2019 സർവേ അനുസരിച്ച് കഴിഞ്ഞ 5 വർഷം കൊണ്ട് അഴിമതി കൂടിയോ എന്ന ചോദ്യത്തിന് കൂടി എന്ന് ഉത്തരം പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു, 10% താഴെയായിരുന്നു. പക്ഷേ ഇത്തവണ, അതായത് 2024 ഇതേ CSDS സർവേയിൽ രാജ്യത്ത് കറപ്ഷൻ വർദ്ധിച്ചു എന്ന് പറയുന്നവരുടെ എണ്ണം 35% മുകളിലാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2019 ഉണ്ടായിരുന്നത് പോലെയുള്ള വളരെ വളരെ വലിയ ഒരു ഇമേജ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വേറെ ഒരു ഉത്തരമില്ല എന്നുള്ള മട്ടിലുള്ള ആ ഇമേജിന് കോട്ടം സംഭവിച്ചു എന്നുള്ളതാണോ അത് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ആ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു എന്നുള്ളതാണോ? അതെ 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 അല്ല, അങ്ങനെ നമുക്ക് നോക്കാം. കാരണം 10 വർഷം കഴിഞ്ഞൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഭരണത്തിൽ വരാനുള്ള സാധ്യത വേണമെങ്കിൽ ഒരു നല്ല ഫീൽ ഗുഡ് ഫാക്ടർ ഇല്ലെങ്കിൽ അധികാരം തിരിച്ചു കിട്ടില്ല. ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം എന്തോ ആയിക്കൊള്ളട്ടെ, തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടോ ഇല്ലേ എന്നുള്ള അതിൽ ആ തിരഞ്ഞെടുപ്പ് വിധിയിൽ നിന്ന് മനസ്സിലാക്കാം. ഞാനൊരിക്കലും 400 സീറ്റ് കിട്ടുമെന്നോ 370 കിട്ടുമെന്നോ ഒന്നും പറഞ്ഞില്ല. നേരിയ ഭൂരിപക്ഷത്തിനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചാൽ ഒരു വശത്ത് വികസനം, രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ പദ്ധതി, മൂന്നാമത് വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞാൽ ഹിന്ദുത്വ പ്രചാരണം. അതിനകത്ത് സബാൾട്ടേൺ ഹിന്ദുത്വ എന്നുള്ളൊരാശയത്തിൽ കൂടി ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഗിരിവർഗ്ഗക്കാരും ദളിതരുമായിട്ടുള്ള ഷെഡ്യൂൾ ട്രൈബ്സ് ഉള്ള മേഖലയിൽ തന്നെ BJPക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ആ സോഫ്റ്റ് ഹിന്ദുത്വയോടൊപ്പം ഉള്ള സബാൾട്ടേൺ ഹിന്ദുത്വ, അല്ലാതെ ഉന്നത ജാതിയിലോ മിഡിൽ കാസ്റ്റിലോ മാത്രമല്ല ലോവർ കാസ്റ്റിലേക്ക് വളരാൻ കഴിഞ്ഞു. ഞാനീ പറയുന്ന ഈ 3 ഫാക്ടേഴ്സും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ജനങ്ങളിൽ എമോട്ടീവായിട്ടൊരു ഫാക്ടർ ഇല്ല എന്ന് പറയുമ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോഴും ഒന്ന്
ഡെവലപ്മെൻറ്റ് ഫാക്ടർ, അതിന് കോർപ്പറേറ്റ് എക്കോണമി സഹായിച്ചോ ഇല്ലയോ? അതിന് 2-3 അഭിപ്രായം പറയാം. 2, സാമൂഹ്യക്ഷേമ പദ്ധതി വർദ്ധിച്ചുവോ, അത് കൂടുതൽ ആൾക്കാരെ ആ ബെൽറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുവോ ഇല്ലയോ? 3, എങ്ങനെയാണ് ഹിന്ദുത്വ ഫാക്ടർ BJP തരാതരം പോലെ ഉപയോഗിച്ച് അത് എവിടെയൊക്കെ വോട്ടിങ്ങിന് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നു ആ നിലയിലുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രത്തിൻ്റെ സ്വാധീനം ഉത്തരേന്ത്യയിൽ നന്നായിട്ട് ബലിക്കും. അത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഉത്തർപ്രദേശിലും അനുബന്ധ സംസ്ഥാനങ്ങളിലുമാണ്. അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് നമുക്കത് ഫീൽ ചെയ്യില്ല, പക്ഷെ അവിടെ അതൊരു വികാരം തന്നെയാണ്. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ 2ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ വന്നതിന് ശേഷമുള്ള ചർച്ചയിൽ യാദൃച്ഛവശാലോ നിർബന്ധിതമായോ ഒരു റിലീജിയസ് ഫാക്ടർ ആ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ വന്നു. അതിനകത്ത് മോദി എടുത്ത നിലപാടും രാഹുൽ ഗാന്ധി എടുത്ത നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാസ്റ്റിൻ്റെ ബേസിലുള്ള സെൻസസ് വേണമെന്നും റിസർവേഷൻ സമ്പ്രദായം കാസ്റ്റ് അടിസ്ഥാനത്തിലാകണമെന്നും കാസ്റ്റ് സെൻസസിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള മാനിഫെസ്റ്റോ കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ മറുവശത്ത് അതിനെ കമ്മ്യൂണലൈസ് ചെയ്ത് കുറച്ചുകൂടി റിലീജിയസ് ആയിട്ട് കൊണ്ടുവരാൻ മോദി കഴിഞ്ഞു. മോദിക്ക് ശ്രമം നടത്തി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇമോട്ടീവ് ഫാക്ടർ ഇല്ലെങ്കിൽ ആ ഫാക്ടർ കൂടി അവിടെ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പൊളിറ്റിക്സിനകത്ത് ഇമോട്ടീവ് ഫാക്ടർ വരാൻ വലിയ താമസം വേണ്ട. ഒരു സംഭവം മതി, ഒരൊറ്റ സംഭവം മതി ഈ ഇമോട്ടീവ് ഫാക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ഒഴുക്ക്, അതിനെക്കുറിച്ച് അതിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന നേതാക്കന്മാർ ആം ആദ്മി പാർട്ടിയിലായാലും കോൺഗ്രസിലായാലും പോകാൻ താല്പര്യപ്പെട്ടത്, അതെല്ലാം കാണിക്കുന്ന ഇതിനൊക്കെ സ്വാധീനമുണ്ടെന്നാണ്. ഒരു യുദ്ധമുണ്ടായില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഒരു ആൻറ്റി നെഗറ്റീവ് ഇമോട്ടീവ് ഫാക്ടർ ഉണ്ടോ എന്നും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും. അവിടെ ശ്രീ നൗഷാദ് അലി, 1ാം ഫേസിന് ശേഷമാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾ, ഡിവൈഡിംഗ് ആയിട്ടുള്ള വിഭജനപരമായ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ അതിൻ്റെ ക്യാമ്പയിൻ വർഗീയവൽക്കരിക്കപ്പെട്ടത്. ആദ്യത്തെ 3 ഫേസിൽ പോളിംഗ് കുറവായിരുന്നു, പക്ഷെ 4ാമത്തെ ഫേസിൽ പോളിംഗ് ഒരല്പം കൂടി. 5ാമത്തെ ഫേസിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ്. അവസാനത്തെ കണക്ക് വരാത്തത് കൊണ്ടാണ് കൂടിയോ കുറഞ്ഞോ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എന്ന് പറയാൻ പറ്റാത്തത്. പക്ഷേ 4ാമത്തെ ഫേസ് ആകുമ്പോഴേക്ക് പോളിംഗ് പിക്കപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, 4ാമത്തെ ഫേസ് ആകുമ്പോഴേക്ക് 1ാം ഫേസിൽ ഉണ്ടായിരുന്ന അങ്കലാപ്പ് BJPക്ക് മാറി എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം മുമ്പും വളരെ ഫലപ്രദമായി വിജയിപ്പിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അത് BJPക്ക് അനുകൂലമായി ഗുണഫലങ്ങൾ ഇലക്ടറലി ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷേ, ഞാൻ ഇവിടെ നിരവധിയായ വാദഗതികൾ ശ്രീ ഗോപാലകൃഷ്ണനും ശ്രീ ഗോപകുമാറും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു നിരീക്ഷണം നടത്തിക്കൊണ്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. കാരണം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഴിമതി ആരോപണങ്ങൾ ഇല്ല എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. കാരണം ഇവിടെ അഴിമതി ആരോപണങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനൊറ്റ കാര്യം ചോദിക്കുകയാണ്. ഈ രാജ്യത്തെ പഞ്ചരത്ന, മഹാരത്ന, നവരത്ന കമ്പനികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ SUVകളും ഇവരെ കുത്തകകൾക്ക് തീരെഴുതി കഴിഞ്ഞു. കര, കടൽ, ആകാശമൊക്കെ അവർക്ക് പങ്കുവെച്ച് കഴിഞ്ഞു. ബാങ്ക് 10-16 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതകൾ എഴുതിത്തള്ളി. ഇവർക്കൊക്കെ, ഈ കുത്തകകൾക്കൊക്കെ ബാങ്കിൽ നിന്ന് യഥേഷ്ടം ഇപ്പോഴും കടങ്ങൾ ലഭ്യമാണ്. ഇത്തരമൊരു അവസ്ഥയിലാണ് രാജ്യം എന്നുള്ളത്. ഇവിടെ അഴിമതി എവിടെയാണ് ഇല്ലാത്തത് എന്നൊരു ചോദ്യത്തിന് മാത്രമേ ഇപ്പോൾ പ്രസക്തിയുള്ളൂ. മുമ്പൊക്കെ അഴിമതി എവിടെയാണ് ഉള്ളത് എന്നൊരു ചോദ്യമായിരുന്നു മുഴച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് എല്ലായിടത്തും അഴിമതിയാണ്. മറ്റൊരു കാര്യം, പണ്ട് കാലത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടൊക്കെ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാരണം ഈ 2G സ്പെക്ട്രമൊക്കെ അങ്ങനെയാണല്ലോ വലിയ കാൽപ്പനിക ഭാവത്തിൽ ഊതിപ്പെരിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയത് ഈ CAG. അങ്ങനെ ഒരു CAG റിപ്പോർട്ട്, ഒരു തരത്തിലുള്ള റിവ്യൂ റിപ്പോർട്ടുകൾ ഒന്നും വരാത്ത ഒരു പുതിയ ഇന്ത്യയാണ് ഇപ്പോഴുള്ളത് എന്ന് സദയം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ അഭിലാഷ്. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഹരിദാസ് മുണ്ട്രയൊക്കെ ഡൽഹി ക്ലാരിഡ്ജ് ഹോട്ടലിൽ വെച്ചാണ് LIC സ്കാമിൻ്റെ കാലത്ത് ഫിറോസ് ഗാന്ധിയാണ് അത് ഉന്നയിച്ചത്. പാർലമെൻറ്റിൽ അറസ്റ്റ് ചെയ്ത് ചഗ്ല കമ്മിറ്റി, മുംബൈയിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചഗ്ലയുടെ കമ്മിറ്റി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയപ്പോൾ ഹരിദാസ് മുണ്ട്രയെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു അദാനിയായിരുന്നു അന്ന് ഹരിദാസ് മുണ്ട്രെ. അതുപോലെ തന്നെ TT കൃഷ്ണമാചാരി രാജിവെച്ചു, അന്നത്തെ ധനകാര്യമന്ത്രി. ഇന്ന് നിർമ്മല സീതാരാമൻ ഏതെങ്കിലും ഒരു BJP MP ഉന്നയിച്ചൊരു വിഷയത്തിൽ രാജിവെക്കുന്നൊരു ഇന്ത്യയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ അതാണ് ബാലാരിഷ്ടതകളുടെ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനാധിപത്യവും ഇന്ത്യ 10-75 കൊല്ലം പിന്നിട്ട
തെരഞ്ഞെടുപ്പ് ഉണ്ടായ ഏകാധിപത്യവും ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ആളുകളൊന്ന് വിലയിരുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ GDP-യുടെ വർധനവിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. ഇവിടെ ഇന്ത്യ രാജ്യം 2017 തൊട്ട് ഈ GDP അളക്കാനൊക്കെ ലോകം മുഴുവൻ എല്ലാവരും അംഗീകരിച്ച് ഫോളോ ചെയ്യുന്ന ഫോർമുലകളൊക്കെ മാറ്റിപ്പണിത് കൃത്രിമമായ കുറുക്ക് വഴി ഫോർമുലകൾ ഉണ്ടാക്കിയിട്ടാണ് ഇന്ത്യയിലെ GDP ഒക്കെ ഇപ്പോൾ അളക്കുന്നത്. 1 കിലോ തൂക്കിയിരുന്ന പഴയ കാലത്ത് നമ്മൾ ആ 1 കിലോക്കുള്ള രൂപ കൊടുക്കുമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് 200 തൊട്ട് അങ്ങോട്ടാണ് തൂക്കുന്നത്. അപ്പോൾ 800 ഗ്രാം തന്നെ 1 കിലോ ആകുന്ന, 800 മീറ്റർ 1 കിലോമീറ്റർ ആകുന്ന പുതിയ ഇന്ത്യയാണ് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും. അതൊക്കെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയ ചർച്ചയാണ്. ഇന്ത്യ നാണം കെട്ട പിന്നെ അവരുടെയൊക്കെ മുമ്പിൽ മൂക്കത്ത് വിരൽ വെച്ച അവരുടെ മുമ്പിൽ ഇങ്ങനെ ചൂളി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ത്യക്കാർ രംഗങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ GDP-യുടെ കണക്കും ഇന്ത്യയുടെ വികസിത നേട്ടത്തിൻ്റെ കണക്കും ഒന്നും പറഞ്ഞ് പെരുപ്പിച്ച് കാട്ടേണ്ട ആവശ്യമില്ല. പിന്നെ BJP 4ാമത്തെ ഫേസോട് കൂടി മെച്ചപ്പെട്ടു എന്നൊക്കെ BJP-ക്കാർക്ക് അവകാശപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ BJP പാടെ തകർന്ന് തരിപ്പണമാവും എന്നുള്ള വാദവും എനിക്കില്ല, കോൺഗ്രസ് പാർട്ടിക്കുമില്ല, ഇന്ത്യ മുന്നണിക്കുമില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ നിരത്തുന്ന കണക്കുകളൊക്കെ വളരെ യുക്തിസഹമാണ്. ഏറ്റവും ചുരുങ്ങിയത് കർണാടക എന്ന് നമുക്ക് തൊട്ടടുത്ത് അനുഭവഭേദ്യമായ അയൽപക്ക സംസ്ഥാനമാണ്. അവിടെ ഒരു സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് പാർട്ടി എത്ര സീറ്റിൽ വിജയിക്കുമെന്ന് അവിടുത്തെ BJP-ക്കാരോട് ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്ന് രഹസ്യമായി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ആ അക്കം എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രം. വലിയൊരു മുന്നേറ്റം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ടാകും. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു നമ്പർ ഞങ്ങളുടെ മുന്നണിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ശുഭപ്രതീക്ഷ. അഭിലാഷ്, ഇവിടെ ഈ പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തന്നെ വാദഗതികളൊക്കെ വലിയ കോൺട്രഡിക്ടറിയാണ്. നിങ്ങൾ ഈ 4ാം ഫേസും 5ാം ഫേസും ഒക്കെ പറയുമ്പോൾ അതും കൂടി ഒന്ന് മുഖവിലക്കെടുക്കണം. കാരണം അദ്ദേഹം ഇവിടെ രാജസ്ഥാനിൽ പറയുന്നു മുസ്ലിങ്ങൾക്ക് എല്ലാം വിട്ടുകൊടുക്കുന്നു, എല്ലാം നൽകുന്നു, സംവരണമെടുത്ത് നൽകുന്നു, മംഗല്യസൂത്രം പൊട്ടിച്ച് നൽകുന്നു എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് 4ാം ഫേസിൽ അലിഗഡിൽ വന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് മുസ്ലിങ്ങളെ വഞ്ചിക്കുകയാണ് ഇന്നേ വരെ കോൺഗ്രസും SP-യും ചെയ്തിട്ടുള്ളത്. അവരുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ആവശ്യങ്ങളൊന്നും നിറവേറപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ന്യൂസ് 18 കൊടുക്കുന്ന പിന്നെ അഭിമുഖത്തിൽ വേറെ ചിലത് പറയുന്നു. ഇങ്ങനെ ഇദ്ദേഹം ഒരു സ്ഥലജല വിഭ്രമത്തിൽ പരാജയ ഭീതിയുടെ നടുവിലാണ് എന്ന് കൃത്യമായി ഗണിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം തന്നെ നമുക്കായിട്ട് സൃഷ്ടിച്ചു നൽകിയിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് അതിൽ നിന്ന് വലിയ ദൃഷ്ടാന്തമുണ്ട്. അഭിലാഷ്, ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു, അതുകൊണ്ട് ഡെലിവറി എത്ര മാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി മലയാളികളെ സംബന്ധിച്ച് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. ജയിക്കുമോ തോക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. BJP വലിയ ഡെസ്പറേഷനിലാണെന്ന് ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇതിനോടകം സംഭവിച്ചു. പ്രധാനമന്ത്രിയുടെ കൈവിട്ട പ്രസംഗങ്ങൾ തൊട്ട് അംബാനിയുടെയും അദാനിയുടെയും ടെമ്പോകളിൽ നോട്ട് വരുന്നു എന്ന പരാമർശം തൊട്ട് RSS-നെ കുറിച്ച് JP നദ്ദ പറഞ്ഞത്, അങ്ങനെ പല കാര്യങ്ങളും ആളുകൾ അന്തം വിട്ടു പോകുന്ന കുറേ അധികം പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവർ ആകെ ഡെസ്പറേറ്റ് ആണോ എന്ന് തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന വോളട്ടൈലിറ്റി വേറൊരു ഘടകമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ നിൽക്കുന്നു. അവിടെ ഒരു നിരീക്ഷണം നോക്കൂ. ഇന്നലെ കഴിഞ്ഞ ദിവസം രേവന്ത് റെഡ്ഡി പറഞ്ഞത് 125 സീറ്റ് മതി ഞങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. കോൺഗ്രസ് 322 സീറ്റിൽ എന്തോ അല്ലേ മത്സരിക്കുന്ന പോലും ഉള്ളൂ. BJP 370 സീറ്റ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പറയുന്നത് 125 സീറ്റ് മതി ഞങ്ങൾക്ക് എന്നാണ്. അത് കിട്ടാനുള്ള സാധ്യതയില്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ഗോപാലകൃഷ്ണൻ. കർണാടകയിൽ 18 സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് അവർ ആത്മവിശ്വാസം കൊള്ളുന്നു. 11 സീറ്റ് തെലങ്കാനയിൽ. അപ്പോൾ തന്നെ ആയില്ലേ കഴിഞ്ഞ തവണത്തെ നിന്നുള്ള എത്ര വലിയ വ്യത്യാസം. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി കുറഞ്ഞത് 26 സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. രാജസ്ഥാനിൽ 10 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. എന്തായാലും 6നും 10നും ഇടയിൽ എന്ന് അവിടുത്തെ മാധ്യമ പ്രവർത്തകരും പറയുന്നു. ഗുജറാത്തിൽ പോലും 2 സീറ്റ്. ഇങ്ങനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് 100 കടന്ന 110 എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അപ്പാടെ മാറിയില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? നിങ്ങൾ BJP അങ്ങ് തകർന്നടിയും 77 മോഡലിൽ ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചതുപോലെ മോദിക്ക് സംഭവിക്കുന്നൊന്നും ആരും പറയുന്നില്ല. ഒരു 240 സീറ്റ് എന്നുള്ള നിലയിലൊക്കെ BJP എത്തിയാൽ പോലും ഭരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ലേ? അതിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഇല്ല എൻ്റെ അഭിലാഷേ. നിങ്ങളിങ്ങനെ കൂട്ടി തമിഴ്നാട്ടിൽ 10 കിട്ടും, ഒറീസയിൽ 25 കിട്ടും, മറ്റേ ഒരു സീറ്റ് മാത്രമേ UP-യിൽ കിട്ടുള്ളൂ, ബാക്കി 80 സീറ്റും കോൺഗ്രസ് മറ്റേ UP-യിൽ 79 ഒന്നും അല്ല എന്ന് നമുക്കറിയാം. ഞാൻ ആയിക്കോട്ടെ ശരി. അപ്പം ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്ത് നൗഷദ് അലിയോട് 2-3 കാര്യം പറഞ്ഞോട്ടെ. ഒന്ന്, നൗഷദ് അലി 1971 മുതൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഗരീബി ഹട്ടാവോ.
കോൺഗ്രസ് ആണ് 60-65 വർഷം ഈ ഭാരതം ഭരിച്ചത്. നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റിയില്ല. എന്നിട്ട് നിങ്ങൾ നേരെ 10 വർഷം ഭരിച്ച നരേന്ദ്രമോദി ദാരിദ്ര്യം ഇല്ലാതാക്കിയില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ മോശമല്ലേ? നിങ്ങളല്ലേ ഗരീബി ഹഠാവോ അടക്കം നിങ്ങൾ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നു GDP-യുടെ 800 മീറ്റർ 1000 മീറ്ററാക്കി. നിങ്ങളിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു EVM മെഷീൻ്റെ കുഴപ്പമാണ്. 2019 വീണ്ടും നരേന്ദ്രമോദി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് EVM മെഷീൻ്റെ കുഴപ്പമാണ്. അതേസമയത്ത് 2019 ഛത്തീസ്ഗഡും മറ്റേ രാജസ്ഥാനിലും മധ്യപ്രദേശിലും നിങ്ങൾ ജയിച്ചപ്പോൾ നിങ്ങൾക്ക് EVM മെഷീൻ നല്ലതായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ GDP-യുടെ വിഷയത്തിലും അതേപോലെ BJP ജയിക്കുന്ന സ്ഥലത്ത് EVM മെഷീനിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ കമ്മച്ചത്തിൻ്റെ ഒരു വ്യാഖ്യാനങ്ങൾ. ഈ വ്യാഖ്യാനവും ജനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ജനങ്ങൾക്ക് വേണ്ടത് അടിസ്ഥാനപരമായ സൗകര്യങ്ങളാണ്. ആ അടിസ്ഥാന സൗകര്യം നിങ്ങൾ UP-യിൽ പോയി ചോദിക്കുക. നേരത്തെ ഇവിടെ നിരീക്ഷകനായ ഡോക്ടർ G. ഗോപകുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ? നിങ്ങൾ UP മാത്രമല്ല, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോകും. ആകെ ഈ കേരളത്തിൽ മാത്രമാണ് വികസനം ആ രീതിയിൽ വരാത്തത്. പക്ഷേ ഈ കേരളത്തിൽ പോലും നിങ്ങളുടെ 4 മന്ത്രിമാർ UP-യിൽ ഉണ്ടായ സമയത്ത് ആലപ്പുഴ ബൈപ്പാസ് വന്നോ? ബൈപ്പാസിന് തുടക്കമിട്ടത് ഞങ്ങളാ. അതൊക്കെ പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷെ കേരളത്തിൽ പോലും വലിയ മാറ്റമുണ്ടായതുകൊണ്ടാണല്ലോ പിണറായി വിജയനും അതുപോലെ G. സുധാകരനും അടക്കമുള്ള ആളുകൾ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ അടിസ്ഥാന വികസനത്തിന് ധാരാളം പണം തരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പരസ്യമായി പറഞ്ഞില്ലേ? അപ്പം നിങ്ങൾ പറയാം അവർ തമ്മിൽ ഐക്യമാണെന്ന്. ഇത് ഭാരതം മുഴുവനും ഉള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായ വികസനം ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രീ G. ഗോപകുമാർ പറഞ്ഞു. ഞാൻ ഉടനെ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് പോയത്. വാസ്തവത്തിൽ FDI എന്താ പൊട്ടന്മാരാണോ ലോകത്തിലുള്ള ആളുകൾ? അവർ പൊട്ടന്മാരൊന്നുമല്ല. ലോകത്തിലെ ആളുകൾ, ലോക സാമ്പത്തിക മേലാളന്മാർ, അവർ കുത്തകകൾ എന്തു വേണേലും വിളിച്ചോളൂ. അവരാരും വിഡ്ഢികളൊന്നുമല്ല. FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് 114.1% ആയിരുന്നു UP-യുടെ കാലത്ത്. അതിൻ്റെ ഡബിളാണ്, 244.1 ബില്യൺ ഡോളർ. അപ്പം ഇതെന്താ ലോകത്തുള്ള ആളുകളൊക്കെ ഫൂളുകളാണ് ഇന്ത്യയിലേക്ക് പൈസ കൊണ്ടുവരാൻ? ഇന്ത്യയുടെ വികസനത്തിൻ്റെ താല്പര്യവും വികസന പരിപ്രേക്ഷ്യവും വികസിച്ചതുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ വളരെ കൃത്യമായി പണമിറക്കാൻ, ഒരു മിനിറ്റ് ഇപ്പം തീർക്കാം, പണമിറക്കാൻ ഏറ്റവും യോജിച്ച രാഷ്ട്രം ഏതെന്ന് ചിന്തിക്കുമ്പോൾ അവർ കാണുന്നത് ഭാരതമാണ്. അതുകൊണ്ട് എനിക്ക് താങ്കളോട് പറയാനുള്ളത്, പ്രതിപക്ഷത്തിന് ഇത്ര സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ അത് പറയുന്നതിൽ വിരോധമില്ല. പക്ഷേ ആന്ധ്ര, ബംഗാൾ, ഒറീസ, തെലുങ്കാന, ഞാൻ ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ, തെലുങ്കാന അടക്കം പ്രധാനപ്പെട്ട ഒരു 3-4 സംസ്ഥാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാര്യമായി ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം ഞങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് രാജസ്ഥാനിൽ 2ാം ഫേസിൽ എന്തുകൊണ്ടാണ് വിദ്വേഷ പ്രസംഗം മോദി നടത്തി? ഞാൻ ചോദിക്കട്ടെ, നിരീക്ഷകനായ ഡോക്ടർ G. ഗോപകുമാറിനോട് ചോദിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് വികസനം മാത്രമായിരുന്നില്ലേ? 4 പ്രാവശ്യം കേരളത്തിൽ വന്നു, വികസനം മാത്രമല്ലേ സംസാരിച്ചത്? വികസനത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഈ കേരളത്തിലോ ഇന്ത്യയിലോ പ്രതിപക്ഷം സംസാരിച്ചോ? അവർ CAA പറഞ്ഞു, അവർ മുസ്ലിങ്ങൾ 2ാം ഘട്ട പൗരന്മാരാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വികസനം വേണ്ട, BJP വികസനം മാത്രം പറയണം, അവർക്ക് എമോഷണൽ ഇഷ്യൂ പറയണം. ഇത് രാഷ്ട്രീയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവർ എന്ത് ചെയ്യുന്നു അതിന് മറുപടി ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോൾ അഭിലാഷിന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ അയച്ചിരുന്നു. അഭിലാഷ് അത് കണ്ടതായിട്ട് എനിക്കറിയാം, കാരണം ബ്ലൂ ടിക്ക് വന്നു. നേരത്തെ നൗഷദ് അലി പറഞ്ഞത് ലോകം മുഴുവനും അങ്ങനെ നാണിച്ചു നിൽക്കാന്ന. ചൈന ഉണ്ടല്ലോ, ചൈന 430 സീറ്റ് BJPക്ക് കിട്ടും ഈ ഇന്ത്യയിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ. ലോകം മുഴുവനും
അഭിലാഷേ, ഈ- ഈ അല്ല, ഞാൻ പറയട്ടെ, BJP ക്ക് 400 സീറ്റ് ഇന്ത്യ- കിട്ടും, ഇന്ത്യ BJP ക്ക് സഖ്യം 430 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ത്യ എങ്ങനെ സഖ്യം വിഷമിക്കുന്നത്? വൻ വിജയം നേടുമെന്ന് പറഞ്ഞു അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ദൈനിക് ഭാസ്കറിന്റെ ഒരു- പറഞ്ഞു വെറുതെയാണ് അല്ല, എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ചോദ്യം വല്ല കഥയുള്ള കാര്യമാണോ? ഒരു ചോദ്യം അഭിലാഷിനോട് അല്ല ഒരു ചോദ്യം അഭിലാഷിനോട് അല്ല ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ചോദിക്കാം, വേറെ ഒരു വിദ്വേഷവും ഇല്ല. ഈ 430 സീറ്റ് കിട്ടുമെന്ന് ചൈന പറയുമ്പോഴും 400 സീറ്റ് NDAക്ക് കിട്ടുമെന്ന് മോദി പറയുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണല്ലോ, എനിക്കെന്തിനാണ് ഇപ്പോ നിങ്ങൾക്ക് വലിയ അസ്വസ്ഥത? വിഷമമാണല്ലോ. അതേ സമയത്ത് 125 സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്ന് നിങ്ങൾ ആഹ്ലാദിച്ച് പറയുന്നുണ്ടല്ലോ. അതെന്താ കാരണം? 125 സീറ്റ് അതിന്റെ ഒരു മാനസിക അവസ്ഥ എന്താ? 125 സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് അഭിലാഷിന്റെ മാനസിക രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. അല്ല, ഞാനൊന്ന് 400 കേൾക്കാനാ. സീറ്റ് മോഡി കിട്ടും അല്ല, പറഞ്ഞത് അത് മോഡി അത് പറഞ്ഞതോ, പറയുമ്പോ 430 ചൈനീസ് ഏജൻസി പറഞ്ഞതോ എന്ന് അഭിലാഷ അത് എനിക്ക് പറയുമ്പോ പ്രത്യേകിച്ച് താങ്കൾക്ക് നിരാശ. വലിയ സന്തോഷം. അഭിലാഷ അത് പറയുമ്പോ താങ്കൾക്ക് അഭിലാഷ താങ്കൾ ഒരു ഇതൊരു കാര്യം വിശകലനമല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? അങ്ങനെ 400 സീറ്റ് അല്ല അഭിലാഷേ 400 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പറയുമ്പോ താങ്കൾക്ക് ഒരു ദുഃഖം, 430 കിട്ടുമെന്ന് പറയുമ്പോൾ ദുഃഖം, 125 കോൺഗ്രസിന് കിട്ടുമെന്ന് പറയുമ്പോൾ താങ്കൾക്ക് വലിയ സന്തോഷം. അത് ശരിയല്ല സാർ, അതൊരു ശരിയായ രീതിയല്ല. അതിപ്പോ ഒരു ഇന്ത്യൻ പൗരന് ഈ രാജ്യത്ത് സന്തോഷിക്കാനും ദുഃഖിക്കാനുള്ള അവകാശം പോലും ഇല്ലേ സാർ? അങ്ങനെ പറയല്ലേ, ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ? അങ്ങനെ പറയല്ലേ, അതൊരു ഏകപക്ഷീയമായ സന്തോഷവും ദുഃഖവും ഒക്കെ ശരിയല്ല. ഈ സന്തോഷവും ദുഃഖവും ഒക്കെ സ്വാഭാവികമായി വരുന്നല്ലേ? താങ്കളുടെ അല്ല സന്തോഷവും ദുഃഖവും ഒക്കെ സ്വാഭാവികമായി വരുന്നല്ലേ? സാധനം വെളിയിലേക്ക് പ്രകടിപ്പിക്കുന്ന അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വിശകലനം നടത്തുമ്പോൾ ഉള്ളിലുള്ള BJP വിരോധം അങ്ങനെയല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. നമ്മളൊരു കാര്യം വിശകലനം ചെയ്യുമ്പോൾ അതിലെ എല്ലാ വശങ്ങളും അതിൽ വരുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം വിശകലനം ചെയ്യുമ്പോൾ ചെയ്യാറ്. ഇപ്പൊ താങ്കൾ തന്നെ ഈ ചർച്ചയുടെ ആദ്യം മുതൽ ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും, ഒരു വിഷയത്തിന്റെ എല്ലാ ആംഗിളും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക, കേൾക്കുന്ന ആളുകൾക്ക് അവർക്ക് അഭിപ്രായം രൂപീകരിക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു വിഷയത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വെളിച്ചം വീശുക എന്നുള്ളതാണ് ചർച്ച നടത്തുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ സന്തോഷവും വിഷമവും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും, മനുഷ്യരല്ലേ, അതൊക്കെ സ്വാഭാവികമായി എടുത്താൽ മതി. താങ്കളുടെ ഉള്ളിലുള്ള വിശകലനം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടണം. താങ്കളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം വെളിയിലേക്ക് വിശകലനം താങ്കൾ ഒന്നുകൂടി അത് വിശകലനമല്ല, അല്ല താങ്കൾ ഒന്നുകൂടി വീട്ടിൽ പോയിട്ട് യൂട്യൂബിലിട്ട് കണ്ടു നോക്കിയാൽ താല്പര്യമാണ്. ഇല്ല അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തിനിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ബസ് പോയി കഴിഞ്ഞ ശേഷം കൈ നീട്ടുന്ന പോലെയല്ലേ അത്? വല്ല കാര്യമുണ്ടോ അതിന്റെ ഒക്കെ ഗോപാലകൃഷ്ണൻ? അങ്ങനെയല്ല. കഴിഞ്ഞ പ്രാവശ്യം അല്ല അഭിലാഷ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എനിക്കുള്ള പ്രശ്നം എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ താങ്കൾക്ക് ലഡു തരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കണ്ടെന്ന് കഴിഞ്ഞ തവണ ഞാൻ കൊച്ചിയിലായിരുന്നു, താങ്കൾക്ക് വരാൻ സൗകര്യമായിരുന്നു. ഇനിയിപ്പോ തൃശ്ശൂരിൽ നിന്ന് താങ്കൾ ലഡു കൊണ്ട് തിരുവനന്തപുരം വരെ, ഇപ്പോ എനിക്കറിയില്ല നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ടോ നോക്കാം നമുക്ക്. എന്താ ശ്രീ നൗഷാദ് അലി, താങ്കൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം പെട്ടെന്ന്. അഭിലാഷ്, ഇവിടെ പിന്നെ മാന്യ സുഹൃത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ വിവരങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. 430 സീറ്റ് കിട്ടുമെന്നാണ് ചൈനീസ് ഏജൻസിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ ചൈന എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശത്രുതാഭാവത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ. പക്ഷേ ചൈനയുടെ കയ്യേറ്റമൊന്നും ഇല്ല എന്നാണ് മോദിജി നമ്മളോട് പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതൊക്കെ പല സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയും യാഥാർത്ഥ്യ വിവരണങ്ങളിലൂടെയൊക്കെ നമുക്ക് ബോധ്യമാണ്. ഏതായാലും ആ ചൈനയൊക്കെ അവർക്ക് വലിയ പഥ്യമായിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ സംഘടനാ യോഗത്തിലൊക്കെ പറയുന്നത് പോലെയാണ് മാതൃഭൂമി ചാനലിൽ അത് പറഞ്ഞത്. ഏതായാലും അത്തരം കണക്കുകളിലൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന BJPക്കാരോട് എനിക്ക് വലിയ സഹതാപം രേഖപ്പെടുത്താൻ താല്പര്യമുണ്ട്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായ ഒരു ഗെയിം ചേഞ്ചറാണ്. ഞാൻ ഈ ഗോപാലകൃഷ്ണൻ ഇവിടെയുണ്ട്, ശ്രീ ഗോപകുമാർ ഇവിടെയുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ഇവിടെ കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് സീറ്റുകൾ കുറയില്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജൂൺ 4-ാം തീയതി കാണാം. അതിനുവേണ്ടിയുള്ള കാണാം. അറിയാലോ. അപ്പോൾ വളരെ നന്ദി 3 പേർക്കും, വളരെ നന്ദി. ഗോപാലകൃഷ്ണൻ, ശ്രീ KP നൗഷാദ് അലി, ഡോക്ടർ ജി ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ ടൈം അവസാനിക്കുന്നു. നമസ്കാരം.